ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും ഉൾപ്പെടുന്ന സംഘം കോടികൾ തട്ടിയെടുത്തതായി പരാതി. എറണാകുളം സ്വദേശിയും തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐയുമായ സിബിനും ഭാര്യയും ചേർന്ന് ആലപ്പുഴ സ്വദേശിയായ യുവസംരംഭകനിൽ നിന്ന് 1 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്. ഷൈൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ സ്വദേശി ഷൈനിൽ നിന്ന് 1,10 ലക്ഷം രൂപയാണ് സിഐ സിബിനും സംഘവും തട്ടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ വിവിധ കാലയളവിലായി സിബിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. സംഗീത്, ജോബി എന്നീ 2 പേർ ചേർന്നാണ് തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐ ആയ സിബിനെ പരാതിക്കാരനായ ഷൈന് പരിചയപ്പെടുത്തി കൊടുത്തത്. സിനിമാ മേഖലയിലെ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ തെളിവുകളും അവർ ഷൈനെ കാണിച്ചു. അങ്ങനെയാണ് ആലപ്പുഴയിൽ ആയുർവേദ ആശുപത്രി നടത്തുന്ന ഈ യുവാവ് കെണിയിൽ വീണത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ സിബിന്റെ അക്കൗണ്ടിലേക്കും ബാക്കി 1 കോടി രൂപ ഭാര്യ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. 15 ദിവസം കൂടുമ്പോൾ മുടക്കിയ തുകയ്ക്ക് തുല്യമായ പണം ലാഭം നൽകാം എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ലാഭം ലഭിക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്തില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. ബിറ്റ്കോയിൻ ട്രേഡിംഗ് ആണ് അവരുടെ ബിസിനസ് എന്ന് എന്നോട് പറയുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് തരാമെന്ന് വാഗ്ദാനങ്ങളും കുറേ ഡോക്യുമെന്റുകളൊക്കെ അവരെന്നെ കാണിച്ചു, മറ്റു പലർക്കും ചെയ്തു കൊടുത്തായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സംസാരിക്കുകയും നിരവധി തവണ അവരെന്നെ വന്ന് കണ്ടു. ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ലാഭം കിട്ടും, വലിയൊരു ലാഭം കിട്ടും, 6 മാസക്കാലം തുടർച്ചയായി ബിസിനസ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഡൽഹിയിലുള്ള ഒരു VIP ആയിരുന്നു കുറച്ച് പണം വാങ്ങി, 1,10 ലക്ഷം രൂപ വാങ്ങി 10 ലക്ഷം രൂപ സിബിൻ സാറിന്റെ അക്കൗണ്ടിലേക്കും ബാക്കി വരുന്ന അദ്ദേഹത്തിന്റെ വൈഫായ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടോട്ടൽ 1,10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞ പോലെ വാക്കുകൾ പാലിക്കുകയൊന്നും ചെയ്തില്ല. 15 ദിവസം കൂടുമ്പോൾ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ പ്രോഫിറ്റ് അവർ തന്നില്ല. ഇതോടെ ഷൈൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി നൽകി. എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പിന്നാലെ ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തി കേസെടുക്കാൻ എളമക്കര പോലീസിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. സിഐ സിബിനും ഭാര്യ നയനയും ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. പക്ഷെ കേസെടുത്തെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സിഐ സിബിനെയോ ഭാര്യയോ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. കോടതി ഉത്തരവ് വന്നിട്ടും 1 മാസക്കാലമായിട്ടും ഒരു FIR ഇടുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്വക്കേറ്റ് ത്രൂ വീണ്ടും കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് നേരത്തെ ഇരുന്ന പോലീസ് ഓഫീസർ CA റാങ്കിലുള്ള ഓഫീസർ മാറുകയും പുതിയ പോലീസ് CI ചാർജ് എടുക്കുകയും ചെയ്തു. അപ്പോൾ അറിഞ്ഞത് അവര് FIR ഇട്ടു, എന്നാൽ ഇതിനകത്ത് ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അത് ഒഴിവാക്കിയായിരുന്നു അവർ FIR ഇട്ടത്. വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അവർക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, വീണ്ടും അഡീഷണൽ FIR ഇടാമെന്ന് പറഞ്ഞ് വീണ്ടും ബഡ്സ് ആക്ട് പ്രകാരം ഒരു FIR ഇട്ട് അവർ കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവരെ വിളിപ്പിക്കുകയോ അവരെ അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഷൈൻ പരാതി നൽകിയതോടെ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വിവരശേഖരണം ആരംഭിച്ചെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. സമാനമായ രീതിയിൽ കൂടുതൽ പേർ ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി.